ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പൊറാട്ടനേക്കാളും ചപ്പാത്തിയേക്കാളും ടേസ്റ്റുള്ള ഒരു മടക്ക് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഗോതമ്പ് പൊടി കൊണ്ടും വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചോറ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ചോറൊന്നും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ തലേന്നത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതുപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ചോറൊന്നും കളയാതെ, ഒരു വറ്റ് പോലും കളയാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചപ്പാത്തി നല്ല ലെയറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. നമ്മൾ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, ഏതായാലും നമ്മൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നമ്മൾ മൈദ എടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ 1 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇപ്പോൾ നമ്മൾ തലേന്നത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അങ്ങനെ തന്നെ അടിച്ചെടുക്കുക ചെയ്തത്. നന്നായിട്ട് വെന്ത ചോറായതുകൊണ്ട് കുറച്ച് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ഇപ്പോൾ ഇതാ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. നിങ്ങൾ അടിച്ചിട്ട് നന്നായിട്ട് അരയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്ത ചോറ് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ 1 ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറേശ്ശെ പൊടിയൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. ഇനി ചോറ് തികയുന്നില്ലെങ്കിൽ നമുക്ക് 1-2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ 1 ഗ്ലാസ് ചോറ് കറക്റ്റായിരുന്നു. അപ്പോൾ ഇതാ അത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, പക്ഷേ നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാൻ മുഴുവനും വടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ചിലപ്പോൾ സ്റ്റിക്കി റൈസൊക്കെ ആകുമ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ വേവുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റേഷൻ അരിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ചേർക്കുന്നില്ല, ഞാൻ ചോറും മൈദ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട സമയമൊന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയതിന് ശേഷം നമുക്കിത് ബോൾസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ നീളത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ നീളത്തിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്ക് സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ടോ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പാനാണ് ഉള്ളത്, അപ്പോൾ ഞാൻ വലിയതാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 ഗ്ലാസ് പൊടിയിൽ നമുക്ക് ഇത്ര ചപ്പാത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും
അപ്പോൾ പൊടി ഇട്ടിട്ട് നമുക്കിത് മാക്സിമം വലുപ്പത്തിൽ പരത്തിയെടുക്കാം. നല്ല നീളത്തിൽ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇത് ചോറ് ചേർത്തതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിരിക്കും മാവ്. നമുക്ക് പെട്ടെന്ന് പരത്തിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിത് മാക്സിമം കിട്ടുന്ന വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി കീറിപ്പോവാതെ നോക്കണം. നമ്മൾ അത്യാവശ്യം തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് ഓയിൽ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം, വെളിച്ചെണ്ണയോ. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഓയിലാണ് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ മടക്കുന്ന പോലെ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ട് തിന്നാക്കി പരത്തിയെടുത്തതിന് ശേഷം എണ്ണ അതിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്കത് മടക്കി എടുക്കാം. അപ്പോൾ ഞാൻ 8 ബോൾസ് കിട്ടിയതിൽ 4 എണ്ണം ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ബാക്കി 4 എണ്ണം വെച്ചിട്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ടൻ്റെ മോഡലിൽ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ അടിച്ച് പരത്തുന്നതല്ല, നമ്മൾ അട്ടിക്ക് ഇങ്ങനെ പത്തിരി വെച്ചതിന് ശേഷം അത് റോൾ ചെയ്തിട്ടെടുത്തിട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് 4 എണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടെ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു പത്തിരി എടുത്തിട്ടുണ്ട്, തിന്നായിട്ട് പരത്തിയത്. നമ്മൾ നേരത്തെ പരത്തിയതുപോലെ തന്നെ തിന്നാക്കി പരത്തിയതിന് ശേഷം അതിലേക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു പത്തിരിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 4 എണ്ണം പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 4 എണ്ണം നമുക്ക് അട്ടിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വീണ്ടും എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിതാ 4 എണ്ണം വെച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ഇത് റോൾ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ മൂന്നാമത്തേതും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലും എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ബാക്കി ഉണ്ടായിരുന്ന 4ാമത്തെ ചപ്പാത്തിയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അവസാനത്തെയാണ്. 4 എണ്ണം നമ്മൾ ആദ്യം മടക്കിയെടുത്തില്ലേ, അപ്പോൾ ഇത് ബാക്കി വന്ന 4 എണ്ണമാണ്. അപ്പോൾ ഇത് 4 എണ്ണത്തിൻ്റെ നടുവിലും ഇങ്ങനെ എണ്ണ പൊടിയും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എത്ര വലുപ്പത്തിൽ പൊറോട്ട വേണോ അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീശിയൊക്കെ പരത്തുന്നതിനേക്കാളൊക്കെ സുഖമായിട്ട് നമുക്കിങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ ലെയറായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ കുറച്ച് വലുപ്പത്തിൽ ചെയ്തതുകൊണ്ട് 4 എണ്ണം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 6 എണ്ണവും കൂടെ ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പരത്തി കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള മടക്ക ചപ്പാത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. കണ്ണച്ചത്തിരി എന്നാണ് പറയുക, മൈദപ്പൊടി കൊണ്ട് ചെയ്യുന്നത്. അത് മൈദയും വെള്ളവും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കും. അതിനാണ് കണ്ണച്ചത്തിരി എന്ന് പറയുന്നത്. അത് എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുക. അതും ടേസ്റ്റാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനി നമുക്കൊന്ന് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അധികം പരത്തണ്ട, കുറച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ
ഓരോന്നും കുറേശ്ശെ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 4 എണ്ണവും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടേതും ഒന്ന് പരത്തിയെടുക്കാം. പൊറോട്ടേൻ്റെ എനിക്ക് കുറച്ചും കൂടി തോന്നുന്നത് നമ്മൾ കോയിൽ വെച്ച് പരത്തുന്നതിനേക്കാളും നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് എണ്ണ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. കോയിൽ വയ്ക്കുമ്പോൾ കുറച്ച് അങ്ങ് അമർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇനി പൊറോട്ടയുടെ നമ്മൾ റോളും കൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതെല്ലാം ഓരോന്നും ജസ്റ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് എണ്ണ ആക്കിയിട്ടൊന്ന് പരത്തി നോക്കുകയാണ്. നമ്മൾ കോയിൽ വെച്ച് മാത്രം പരത്തുമ്പോൾ അത് ഒട്ടിപ്പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ആക്കിയിട്ട് പരത്തിയപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പരത്തി വെച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ 6 എണ്ണവും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചുട്ടെടുക്കുന്നത് പൊറോട്ട പരത്തിയതാണ്. അപ്പോൾ ഇതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്നതിന് ശേഷമാണ് ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ബബിൾസ് വന്നപ്പോൾ ഞാനിതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് മുകളിലൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് അങ്ങ് പൊള്ളി വരില്ല. അത് കുറച്ച് ബലം പോലെ ഇരിക്കും. ഫസ്റ്റ് അതൊന്ന് കുക്കായതിന് ശേഷം നമ്മൾ എണ്ണ പുരട്ടിയിട്ട് അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നും നമുക്കിനി ചുട്ടെടുക്കാം. ഇനി നമ്മൾ ചുടാൻ പോകുന്നത് നമ്മളെ മെയിൻ ഐറ്റമായിട്ടുള്ള മടക്ക ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ മടക്ക ചപ്പാത്തി ഇതാ ഇപ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും സെയിമായിട്ട് നമ്മൾ ഒന്ന് ബബിൾ വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുകയാണ്. എണ്ണ ഒന്നും പുരട്ടി കൊടുത്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷമാണ് എണ്ണ പുരട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചെറുതായിട്ടിങ്ങനെ ബബിൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ ഓരോന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കതൊന്ന് ഇനി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇനി എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൽ 3-4 ലെയർ ഉള്ളതുകൊണ്ട് നമ്മൾ 2-3 തവണ ഒന്നും കൂടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഒരു 4-5 ലെയർ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ ഒന്നും കൂടെ ഇങ്ങനെ മറിച്ച് ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് എണ്ണ പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഒരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരു സൈഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നോക്കി എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് എല്ലാ ലെയറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചുട്ട് വെച്ച പൊറോട്ടേൻ്റെ നമ്മൾ ഇതിങ്ങനെ അടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് നോക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും, മടക്ക ചപ്പാത്തിയും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.